ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്തെ നമ്മളെന്തെങ്കിലും ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ലേ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നേ, ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തിരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഒരു കടായി ഒന്ന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റ് വരട്ടെ. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മളിതൊന്ന് വരട്ടി റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ അത്രയും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഹോം മെയ്ഡ് നെയ്യാണേ. ഇതിനിടയ്ക്ക് ചായയും കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഴം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, തീരെ അങ്ങ് ലോ ആക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ആ ഒരു പഴത്തിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുന്നവർ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും ഞാൻ ഇപ്പം ഡെയിലി വ്ളോഗാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്നെങ്കിൽ രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗായിരിക്കും, ചിലപ്പം ഉച്ചത്തെ ലഞ്ച് റെസിപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഈവനിങ് വ്ളോഗോ അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പി, അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു പോകുന്നത്. പിന്നെ ഇതാ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവനക്കുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ്. അത് കൊടുക്കുന്നുണ്ടേ. ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്തെടുക്കാം. പഞ്ചസാര ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര ചേർത്തെടുക്കാം, അല്ലെങ്കിൽ കരിപ്പട്ടിയോ ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ കരിപ്പട്ടിയും ശർക്കരയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് അരിച്ചുണ്ടല്ലോ, ഉരുക്കിയതിന് ശേഷം അരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു കരിപ്പട്ടിയുടെ ഒരു കൂട്ടാണ് കേട്ടോ. കരിപ്പട്ടിയും ശർക്കരയും കൂടെ മിക്സാണേ. അപ്പോൾ അതിന് ഇത്രയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് വരട്ടി ഒന്ന് എടുക്കാം. ആ ഒരു ബനാനയുടെ പുറത്തൊക്കെ ഫുള്ളായിട്ട് ആ ഒരു ശർക്കര ഒന്ന് കോട്ട് ചെയ്ത് വരത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴിച്ച് തന്നെ എടുക്കാം. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാനൊരു ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, ഇത് കഴിക്കാൻ വേണ്ടി ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു സംഭവം പിന്നെ ഒരിക്കലും ഒഴിയാത്ത കാര്യമാണല്ലോ നമുക്കെന്ന് പറയുന്നത്. എപ്പോഴും സിങ്കിൾ പാത്രമായിരിക്കും. ജസ്റ്റ് ഒന്ന് കിച്ചണിൽ വെറുതെ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ആ സിങ്കിൾ പാത്രം കാണും. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ എന്തായാലും പാത്രമൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോയും കുഞ്ഞ് റെസിപ്പിയും ഒരു കുഞ്ഞു വ്ളോഗൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.